ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമ്മളിന്ന് നല്ല നാടൻ നെയ്യപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പക്കാരോ ഈസ്റ്റോ ഒന്നും ഇടാതെ. ഒരു ഗ്ലാസ് പച്ചരി 4 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിടുക. അതിനുശേഷം വെള്ളം കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇത് നമുക്ക് ഈ അരിയിലോട്ട് 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഉപ്പ്, 4 ഏലക്കാൻ്റെ കുരു ഇവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 3/4 കപ്പ് ശർക്കരയും 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് പാനി ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ ഈ ശർക്കര പാനി അരിച്ചിട്ട് ഈ അരിപ്പൊടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതിനകത്തൊന്ന് മിക്സ് ആക്കാം. ഇനി നമുക്ക് ഈ മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 8 മണിക്കൂർ വെക്കണം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മാവ് അരച്ച് വെച്ചിട്ട് 8 മണിക്കൂർ കഴിഞ്ഞു. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഒന്ന് എണ്ണയിൽ വറുത്തെടുക്കാം. കുറച്ച് എള്ള് കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് ഈ മാവിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മാവ് ഇതുപോലെ കിട്ടണം. മാവ് ടൈറ്റാണെന്ന് തോന്നുവാണെങ്കിൽ 1 ടേബിൾ സ്പൂണ് പച്ചവെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. ഒരു ചീനച്ചട്ടിയിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ തിളയ്ക്കാൻ തുടങ്ങി. ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നല്ല സുന്ദരി നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നമുക്കിനി ഒരു നെയ്യപ്പം ഒന്ന് മുറിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഉള്ളൊക്കെ നല്ല ഇതുപോലെയുണ്ട്. താങ്ക് യു.